ഹായ്. ഈ റോഡ് അപകടങ്ങൾ ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അമിത വേഗം, അപകടകരമായ ഓവർടേക്കിങ്, ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ യാത്രക്കാരെ പൂർണ്ണമായി കയറാനും ഇറങ്ങാനും അവർ സമ്മതിക്കുന്നില്ല. അവരപ്പം തന്നെ മുന്നോട്ടെടുക്കുക അല്ലെങ്കിൽ പിന്നോട്ടെടുക്കുക. അവർ ഇറങ്ങുന്നുണ്ടോ കയറുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലും ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ വരാൻ സാധിക്കും. ഈ ബസ്സുകാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. ലിമിറ്റഡ് സ്റ്റോപ്പ് ആവട്ടെ, സാധാ നോർമൽ ബസ്സാവട്ടെ, ഇവർക്കൊക്കെ കറക്റ്റ് സമയം പാലിക്കണം. അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ്, അവിടെ അടികളാണ്. എന്തിനാണ് ഇങ്ങനെ ജീവൻ ഇതാക്കിയിട്ട് പോകുന്നത്, ജീവൻ കളഞ്ഞു പോകുന്നത്? ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ടൈം വെക്കുന്നത്? ഈ ടൈം തന്നെ ഒഴിവാക്കണം, ഈ സമയം ഒഴിവാക്കണം. ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ അപകടങ്ങളിൽ നിന്ന് ഒഴിവാവാം. അല്ലെങ്കിൽ ഇതേപോലെ അപകടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ നിയമം ഒഴിവാക്കണം. ഈ ടൈം എന്ന് പറഞ്ഞാൽ, കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ ഒഴിവാക്കണം. ഇത്ര അപകടങ്ങളിലൊക്കെ പലപ്പോഴും ഈ നിരപരാധികളായ ആൾക്കാരാണ് ഇതിന് ഇരയാവുന്നത്. കാൽനട യാത്രക്കാർ, പിന്നെ വിദ്യാർത്ഥികൾ, പിന്നെ ഈ ചെറുവണ്ടികളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇതിൽ ഇരയാവുന്നത്. നമ്മൾ അശ്രദ്ധ മൂലം ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. ബസ്സിലത്തെ ഡ്രൈവർമാരൊക്കെ പ്രത്യേകിച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം. രണ്ട് സൈഡിലും വണ്ടി വരുന്നപോലെ നോക്കുന്ന പോലില്ല. സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ടോ, ആൾക്കാർ വരുന്നുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പോലും മുന്നോട്ടെടുക്കുക. ഓവർ സ്പീഡ്, ലിമിറ്റഡൊക്കെ എന്ത് സ്പീഡിലാണ് പോകുന്നത്. ഒരു നേരത്തെ അശ്രദ്ധ മൂലം ജീവൻ തന്നെയാണ് ഇവിടെ പോകുന്നത്. അവരെ കുടുംബത്തിന് പോയി എന്നല്ലാതെ. അതുകൊണ്ട് നമ്മളെ എല്ലാവരും, ഇനിയിപ്പോൾ ബസ് ഡ്രൈവർമാരെന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിയമങ്ങൾ പാലിക്കുക.